നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മത്സരങ്ങൾക്ക് ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് CPM-ഉം കോൺഗ്രസും BJP-യും ഒരുപോലെ. ഇപ്പോൾ CPM-ന്റെ ഭാഗത്തു നിന്ന് പരീക്ഷണങ്ങൾക്കൊന്നും മുതിരാതെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന നേതാക്കന്മാരിൽ പലരെയും തന്നെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ നിയമസഭയ്ക്ക് മുന്നോടിയായിട്ട് വന്നൊരു തീരുമാനമുണ്ടായിരുന്നു CPM-ന്റെ ഭാഗത്തു നിന്നും 2 ടേം പൂർത്തിയാക്കിയ MLA-മാരെ വീണ്ടും മത്സരിപ്പിക്കില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മറ്റു പല പ്രമുഖ നേതാക്കന്മാർക്കും ഈ ഒരു വ്യവസ്ഥ തിരിച്ചടിയാകില്ലേ? അതോ ഇനി പിണറായി വിജയന് വീണ്ടും മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വ്യവസ്ഥയ്ക്ക് മാറ്റം വരുമോ? അല്ല, തീർച്ചയായിട്ടും പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നു. ഇനിയും 2 ടൈം വ്യവസ്ഥ എന്നുള്ളത് അതൊരു 35ഓളം പേർക്ക് നേരത്തെ മത്സരിച്ച 35ഓളം MLA-മാർക്ക് അല്ലെങ്കിൽ മുഖത്തിന് ഫേസ് വാല്യൂ ഉള്ള നേതാക്കന്മാർക്ക് ടേം വ്യവസ്ഥ മാറ്റി കൊടുക്കുക എന്നുള്ളത്. അതിലിപ്പോൾ നോക്കൂ, വീണ ജോർജിനെ, അതേപോലെ പ്രതിഭയെ, അതേപോലെ ശ്രീനിജൻ MLA, അങ്ങനെ കുറെ പേരെ വീണ്ടും മത്സരിപ്പിക്കാൻ പോകുന്നു. KK ശൈലജ ടീച്ചറിനെ മത്സരിപ്പിക്കുന്നു. നയിക്കുക എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയായിരിക്കും. അദ്ദേഹം തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ചുക്കാൻ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അപ്പോഴും അദ്ദേഹം മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് അല്ല, അദ്ദേഹം മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. അദ്ദേഹം ധർമ്മടത്ത് തന്നെ വീണ്ടും ജനവിധി തേടും. അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. പക്ഷെ ജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി, തോൽക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോഴും. അല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയനും തോൽക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവായി രാജീവ് അല്ലെങ്കിൽ KN ബാലഗോപാൽ, ഇങ്ങനെയുള്ള പേരുകളാണ് ഉയർന്നു കേട്ടത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി കണക്കാക്കാതെ മറ്റു പല പേരുകൾ ഉയർന്നു വന്നത്? അല്ല, നോക്കൂ, കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആയതിനു ശേഷമാണ് കേരളം കണ്ട VS അച്യുതാനന്ദൻ എന്ന മികച്ച പ്രതിപക്ഷ നേതാവിന് ശേഷം കേരളം കണ്ട ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു പിണറായി വിജയൻ എന്നുള്ളത്. അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയായി. ഇപ്പോൾ 2ാമത്തെ ടേം വന്നപ്പോൾ അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയാകുന്നു. ഇനി അദ്ദേഹത്തിന്റെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കാരണം അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം ഇനി പ്രതിപക്ഷ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇപ്പോ പാർട്ടി വീണ്ടും അധികാരത്തിൽ വന്നാൽ വീണ്ടും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് പറയുമ്പോൾ ആരോഗ്യ സഹജമായ പ്രശ്നങ്ങൾ കൊണ്ട് ഒരു മുഖ്യമന്ത്രിക്ക് ഒരു സംസ്ഥാനത്ത് നയിക്കേണ്ടേ എന്നുള്ളത് മറ്റൊരു ചോദ്യമല്ലേ? അല്ല, അത് ഫോർ ദ ടൈം ബീയിങ് ആയിരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം ആദ്യത്തെ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം കൃത്യമായ ഒരാളെ പ്ലേസ് ചെയ്യുന്നത് വരെ അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കുകയും അതിനുശേഷമായിരിക്കും അദ്ദേഹം തിരിച്ചൊരു വിശ്രമ ജീവിതത്തിലേക്ക് പോവുക എന്ന് പറയുന്നത്. അതായത് നോക്കൂ, ഒരു മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന ഒരു പരിഗണന ഒന്നും ഒരു പ്രതിപക്ഷ നേതാവിന് അത്രത്തോളം കിട്ടുന്നുണ്ടെങ്കിലും ആ പ്രിവിലേജിൽ വ്യത്യാസമുണ്ട്. പിണറായി വിജയനെ പോലൊരു വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് വന്നിട്ട് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഒരുപാട് ഊർജ്ജസ്വലതയോടെ അടിച്ചടിച്ച്, അതായത് കർക്കശമായി നിൽക്കേണ്ട ഒരു സാഹചര്യം. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ അത് അനുവദിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. കുറച്ചുകൂടി ചെറുപ്പക്കാർ വരണമെന്നായിരിക്കും പാർട്ടി തീരുമാനിക്കുന്നത്. ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും എന്തായാലും ഇപ്പോൾ ഇത്തവണ CPM അധികാരത്തിൽ വരുവാണെങ്കിൽ പിണറായി വിജയൻ ആണ് എന്നുള്ള ഫൈനൽ തീരുമാനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. അദ്ദേഹം നിയമസഭ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിക്കുക ക്യാപ്റ്റൻ എന്ന നിലയിൽ വീണ്ടും പിണറായി വിജയൻ ആയിരിക്കും എന്നുള്ളത്. നമുക്ക് സ്വരാജ് മത്സരിക്കുന്നില്ല എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. അദ്ദേഹം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ ചുമതലകൾ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഒരുപാട് പുതുമുഖങ്ങൾ കാണും. അതേപോലെ കഴിഞ്ഞ തവണ നമ്മൾ കണ്ട പല മുഖങ്ങളിൽ കുപ്രസിദ്ധി നേടിയിട്ടുള്ള പലരെയും മാറ്റി നിർത്താനായിട്ടുള്ള സാഹചര്യം നിലവിൽ കാണുന്നുണ്ട്. നമുക്ക് മുകേഷിനെ പോലെയുള്ളവർ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചർച്ച ചെയ്തതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി മുമ്പോട്ട് വന്നപ്പോൾ അത് തോറ്റപ്പോൾ അത് മണി നടത്തിയ പരാമർശം, മുകേഷിനെതിരെയുള്ള കേസുകൾ, അങ്ങനെ അത്തരത്തിലുള്ള കടകംപള്ളിയുടെ സീറ്റിന്റെ കാര്യത്തിൽ നിലവിൽ ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല. അപ്പോ ഇത്തരത്തിൽ അതായത് വിവാദങ്ങളിൽ നിറഞ്ഞു പലരെയും മാറ്റി നിർത്താനാണ് CPM-ന്റെ തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുൻപ് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്നത്, വീണ്ടും ഒരു തവണ കൂടി അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യത്തെ 2.5 വർഷത്തോളം അധികാരത്തിൽ മുഖ്യമന്ത്രിയായി തുടർന്നതിന് ശേഷം പിന്നീട് MV ഗോവിന്ദൻ ആ സ്ഥാനത്തേക്ക് വരുമായിരിക്കാം എന്നൊരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതെ, നോക്കൂ, അതായത് പിണറായി വിജയന് ശേഷം സെക്രട്ടേറിയറ്റിലുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് രാധാകൃഷ്ണൻ മിനിസ്റ്ററാണ്. അതായത് ഇപ്പോൾ MP ആയിട്ടുള്ള, പിന്നെ KN ബാലഗോപാലുണ്ട്, പിന്നെ അതേപോലെ രാജീവ് ഉണ്ട്, പിന്നെ അതേപോലെ KK ശൈലജ ടീച്ചറുണ്ട്. സീനിയോറിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ പിണറായി വിജയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായി വരുന്നത് രാധാകൃഷ്ണനാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള സ്ഥാനത്തേക്ക് ഇപ്പോൾ MP ആയിട്ട് നിൽക്കുകയാണ്. MP ആയി നിൽക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും അത് മത്സരിക്കുമോ എന്നുള്ള കാര്യമാണ്. പിന്നെ ഉള്ളത്
പി രാജീവ്, KN ബാലഗോപാൽ, അതേപോലെ തന്നെ ശൈലജ ടീച്ചർ. അതിൽ സീനിയോറിറ്റി നോക്കുമ്പോൾ ഏറ്റവും വലിയ സീനിയോറിറ്റി ഉള്ളത് KK ശൈലജ ടീച്ചറിനാണ്. പക്ഷെ ശൈലജ ടീച്ചറിനോ അങ്ങനെ ഒരു ഓപ്ഷൻ വെക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം CPM-ന്റെ നേതൃയോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. കാരണം നമ്മൾ ഒരു സമയത്ത് സംസാരിച്ചിരുന്നപ്പോൾ പറഞ്ഞിരുന്നു, ഒന്നെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീ ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, ആദ്യമായി കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് ഒരു സ്ത്രീ വരുന്നുണ്ട്, അത് ശൈലജ ടീച്ചർ ആയിരിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് പൂർണ്ണമായും തള്ളുന്ന രീതിയിലാണ് CPM-ന്റെ നേതൃയോഗത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു പേര് നമുക്കിവിടെ പ്രസക്തി ഉണ്ടോ? അല്ല, ശൈലജ ടീച്ചറിനെ മുന്നിൽ നിർത്തുക നോക്കൂ, അവസാനമായിട്ടില്ല ഒന്നിനും, ചർച്ചകളൊക്കെ തുടങ്ങിയിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ജനവികാരം അനുസരിച്ച് മാറ്റം വരുത്തുന്ന ഒരു പ്രക്രിയയുമായി മുന്നോട്ട് പോവുകയാണ് CPM. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ വിവാദങ്ങളിൽ ഇപ്പോൾ ഒരു ചെറിയ പുകച്ചിൽ അവിടെ ഉണ്ട്. ഇപ്പോൾ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ഒരു നിലപാട് പറയുന്നു. LDF തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഘടകകക്ഷിയായിട്ടുള്ള CPI മറ്റൊരു ചതിയൻ ചെന്തു പരാമർശമൊക്കെ നമ്മൾ കണ്ടു. അത് ഏറ്റവും കൂടുതൽ, ആ ലാവണം ഏറ്റവും കൂടുതൽ ഇണങ്ങുന്നത് താങ്കൾക്കാണെന്ന് ബിനോയ് വിശ്വം തിരിച്ചടിക്കുന്നു. ഇന്നലത്തെ വൈകിട്ടത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ വാഹനത്തിൽ അദ്ദേഹത്തിന്റെ കാറിൽ, പിണറായി വിജയന്റെ കാറിൽ വെള്ളാപ്പള്ളിയെ കയറ്റിയതിൽ തെറ്റില്ല എന്ന് പിണറായി വിജയൻ പറയുന്നു. അപ്പോൾ അതിൽ തെറ്റ് കാണുന്നില്ല, അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു മൊത്തത്തിലുള്ളൊരു അസ്വാരസ്യങ്ങൾ അവിടെ ഉടലെടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തായിരിക്കും മുന്നോട്ടുള്ള പൊളിറ്റിക്കൽ ചർച്ചകൾ. എന്തായാലും ഒരുപാട് പുതുമുഖങ്ങൾ CPM-ന്റെ പാനലിൽ നിന്ന് കാണും. ഒരു 35ഓളം അല്ലെങ്കിൽ 40ഓളം വരുന്ന 2 ടേം പൂർത്തിയാക്കിയ വിജയസാധ്യതയുള്ള MLA-മാർക്ക് വീണ്ടും അവസരം കൊടുക്കാൻ, അതായത് തുടർഭരണം എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ അത്തരത്തിലൊരു സമീപനമായിരിക്കും CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. പക്ഷേ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. കാരണം പിണറായി 3.0 വരുമെന്ന് പറഞ്ഞുകൊണ്ട് അത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയിരുന്ന, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും വലിയ ആത്മവിശ്വാസമായിരുന്നു. അതിനുശേഷം തോൽവി ഏറ്റുവാങ്ങിയപ്പോഴും നിയമസഭയിൽ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷേ ഈ ഒരു ആത്മവിശ്വാസം കോട്ടം തട്ടുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പല CPM നേതാക്കളുടെയും അല്ലെങ്കിൽ നേതൃയോഗത്തിൽ നിന്നും പുറത്തു വരുന്നതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പ്രതിപക്ഷ നേതാവ് ആയിട്ട് ഇന്ന വ്യക്തികൾ വരണം എന്ന് പറയുമ്പോൾ അവിടെ പിണറായി 3.0 വരാൻ സാധ്യതയില്ല എന്നുള്ളത് അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണ്. അല്ല, അങ്ങനല്ല, അതൊരു ഇലക്ഷൻ അനാലിസിസ് അല്ല, ഇപ്പോഴേ കാര്യങ്ങൾ അല്ല, ഇവിടെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ചിന്തയില്ല എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത്. അല്ലാതെ കോൺഗ്രസ് അല്ലല്ലോ CPM-ന്റെ സംഘടനാ രീതികൾ മനസ്സിലാക്കാത്തതുകൊണ്ട് അത് അവർ ഇലക്ഷൻ കഴിയുന്നത് വരെയുള്ള സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്യുന്നതാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള കേഡർ സംവിധാനം അനുസരിച്ച് പാർട്ടി കമ്മിറ്റികൾ രൂപീകരിച്ച് അതിനകത്ത് തീരുമാനങ്ങൾ എടുത്തു പോകുന്നതാണ്. അത് ഇപ്പോൾ കോൺഗ്രസിലെ പോലെ എല്ലാവർക്കും അഭിപ്രായം പറയാൻ പറ്റുമെങ്കിലും അത് പാർട്ടിയുടെ ഉപരി കമ്മിറ്റികൾക്കകത്തും പറഞ്ഞ് അതിൽ നിന്ന് ഊരിത്തിരിഞ്ഞു വരുന്ന ഭൂരിപക്ഷ അഭിപ്രായമാണ് മൊത്തത്തിലുള്ള തീരുമാനമായിട്ട് പുറത്തു വരുന്നത്. അതിനകത്ത് കല്ലുകടകളോ അസ്വാരസ്യങ്ങളും അല്ലെങ്കിൽ പിണക്കങ്ങളും ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ അത് അതിനകത്ത് തീരും. അതായത് ഒരു പബ്ലിക് ഡൊമൈനിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്, അതായത് 2 കോസാണല്ലോ ഉള്ളത്, ഒന്നെങ്കിൽ ഭരണത്തിൽ വരിക അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുക. ഇത് രണ്ടും ആരായിരിക്കണം എന്നുള്ളൊരു ചർച്ച ഇപ്പോൾ, അതിനൊരു ഫൈനൽ തീരുമാനം ഇപ്പോഴും ആയിട്ടില്ല എന്ന് തന്നെയാണ്. പിന്നെ ഈ മാധ്യമങ്ങൾ പല രീതിയിലുള്ള വാർത്തകൾ പല കോണുകളിൽ നിന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് മാത്രമാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു കാര്യം നോക്കൂ, പിണറായി വിജയൻ നയിക്കുകയാണെങ്കിൽ ഇലക്ഷനിൽ തിരിച്ചടി നേരിടുമെന്നുള്ളൊരു വിലയിരുത്തൽ LDF-ന്റെ ഭാഗത്ത് നിന്ന് പൊതുവെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മേഖലാ ജാഥകൾ, ഇപ്പൊ നവകേരള യാത്ര തുടങ്ങുകയാണ്, നവകേരള സർവകൾ ഉൾപ്പെടെയുള്ളവ തുടങ്ങുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ മേഖലാ ജാഥകൾ നയിക്കുന്നത് ആരാണ്? MV ഗോവിന്ദനും അതേപോലെ ബിനോയ് വിശ്വവും അതേപോലെ ജോസ് കെ മാണിയുമാണ്. അപ്പോൾ അതിൽ തന്നെ കൃത്യമാണ്, അതായത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് മൊത്തത്തിൽ പെനട്രേറ്റ് ഉള്ള, ഹീസ് ദ ലീഡിങ് ഫ്രം ദ ഫ്രണ്ട്. അതായത് പണ്ട് 2011 അല്ലെങ്കിൽ 2016 VS-നെ മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ പിണറായി വന്നതുപോലെ ഇപ്പോൾ പിണറായി മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഒരു ഐക്കണായിക്കൊണ്ട് CPM മുന്നോട്ട് വരാനുള്ളൊരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. എന്തായാലും ഈ 2ാം ടേം പൂർത്തിയായവർക്ക് വീണ്ടും ഒരു അവസരം കൊടുക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ തിരിച്ചടി നേരിടുകയോ ഇല്ലയോ എന്നുള്ളത് ജനങ്ങളിൽ നിന്ന് ഈ സർവേ അല്ലെങ്കിൽ ജനങ്ങൾ ഈ ബ്രാഞ്ച് കമ്മിറ്റികൾ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റികൾ കൂടുമ്പോൾ അപ്പോഴത്തെ പൾസ് മനസ്സിലാക്കാൻ സാധിക്കും.